ജനുവരി 10 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ വില്യം ബെറൂയർ, വിശുദ്ധ അഗാത്തെ പാപ്പ, വിശുദ്ധ ജോൺ കമില്ലസ്, വിശുദ്ധ മാർസിയൻ, വിശുദ്ധ നിക്കനോർ, വിശുദ്ധ പൗലോസ്. വിശുദ്ധ വില്യം ബെറൂയർ 1209 കാലഘട്ടത്തിലാണ് വിശുദ്ധ വില്യം ബെറൂയർ ജീവിച്ചിരുന്നത്. ബെൽജിയത്തിൽ റെനവേഴ്സിൽ ഒരു കുലീന കുടുംബത്തിലാണ് വില്യം ബെറൂയർ ജനിച്ചത്. ബാല്യം മുതൽക്ക് തന്നെ അവൻ സമ്പത്തിനോടും ലൗകിക ആർഭാടങ്ങളോടും താല്പര്യക്കുറവ് പ്രദർശിപ്പിച്ചു പോന്നു. അവയുടെ വിപത്തുകളെപ്പറ്റി ബോധവാനായിരുന്ന ബാലൻ പഠനത്തിലും ഭക്താഭ്യാസങ്ങളിലും നിമഗ്നനായി പൗരോഹിത്യത്തിലേക്ക് ദൃഷ്ടി തിരിച്ചിരുന്നു. 12ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജനിച്ച അദ്ദേഹം പ്രദേശത്തെ സന്യാസിയും മതവിശ്വാസിയുമായ ഒരു അമ്മാവനിൽ നിന്നാണ് വിദ്യാഭ്യാസം നേടിയത്. ഒരു പട്ടാളക്കാരനാകാനും പട്ടാളത്തിൽ ജോലി ചെയ്യാനും അവന്റെ പിതാവ് അവനെക്കുറിച്ച് പദ്ധതിയിട്ടിരുന്നുവെങ്കിലും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു മതപരമായ ജീവിതത്തിനായുള്ള തന്റെ ആഗ്രഹം വില്യം പിന്തുടർന്നു. അദ്ദേഹം ഒരു പുരോഹിതനായി സോയ്സൻസിലും പാരീസിലും സേവനമനുഷ്ഠിച്ചു. തുടർന്ന് കൂടുതൽ ഏകാന്തതയിലേക്ക് വിളിക്കപ്പെടുകയും ആശ്രമത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. വാഴ്ത്തപ്പെട്ട കൂദാശയോടുള്ള തന്റെ ഭക്തിക്ക് പേരുകേട്ട അദ്ദേഹം അൾത്താരയ്ക്ക് മുന്നിൽ മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. കമ്മ്യൂണിറ്റിയിലെ ഭിന്നതകൾ ഒരു ശ്രദ്ധാകേന്ദ്രമായപ്പോൾ വില്യം ഒരു സിസ്റ്റേഴ്സൻ സന്യാസ സഭയിൽ ചേർന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ മാതൃകാപരമായ ജീവിതത്തിലേക്ക് ഏവരും സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. അദ്ദേഹം പൊന്തിജിയിൽ ആദ്യം സുപ്പീരിയറും താമസിയാതെ ഫൗണ്ടൻജീൻ ആശ്രമത്തിലെ ആബട്ടുമായി. എളിമയും ഇന്ദ്രിയ നിഗ്രഹവും അദ്ദേഹത്തിന്റെ ഹൃദയത്തെ നിർമ്മലമാക്കി. ഉയർന്ന പ്രാർത്ഥനയുടെ മാധുര്യവും ദൈവം അദ്ദേഹത്തിന് നൽകി. മുഖത്തിന്റെ പ്രസന്നത ആത്മീയ സമാധാനത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. 1200 ബുർഷിലെ ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ ആബട്ട് വില്യം ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തലവന്മാരിൽ നിന്നും മാർപ്പാപ്പായിൽ നിന്നും നിർബന്ധപൂർവമായ കൽപ്പനകൾ ഉണ്ടായതിനു ശേഷം മാത്രമാണ് തന്റെ ഏകാന്തതയിൽ നിന്നും മെത്രാസനത്തിലേക്ക് അദ്ദേഹം കയറിയിരുന്നത്. ഒരു സന്യാസി എന്ന നിലയിൽ ഏകാന്തതയും പ്രാർത്ഥനാ ജീവിതവും ഉപേക്ഷിക്കാൻ അദ്ദേഹം വളരെ വിമുഖനായിരുന്നു. എങ്കിലും തന്നിൽ നിക്ഷിപ്തമായ കടമകൾ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ തന്നെ അദ്ദേഹം നിറവേറ്റിയിരുന്നു. ആർച്ച് ബിഷപ്പായെങ്കിലും തപശ്ചര്യ അദ്ദേഹം വർദ്ധിപ്പിച്ചതേയുള്ളൂ. തന്റെ ജനത്തെ അദ്ദേഹം മാതൃകാപരമായി തന്നെ നയിച്ചു. ഉടുപ്പിന്റെ കീഴിൽ രോമച്ചട്ട തുടർന്നും അദ്ദേഹം ധരിച്ചു. മാംസം ഭക്ഷിച്ചിരുന്നില്ല. ദരിദ്രരെ സഹായിക്കാനാണ് ദൈവം തന്നെ നിയോഗിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം സദാ പറഞ്ഞിരുന്നത്. കാരുണ്യവും സ്നേഹവും കൊണ്ട് പല ആൽബിജൻസിയൻ പാഷണ്ടുകളെയും അദ്ദേഹം മാനസാന്തരപ്പെടുത്തി. പാവപ്പെട്ടവർക്കും രോഗികൾക്കും തടവിലാക്കപ്പെട്ടവർക്കും അദ്ദേഹം വ്യക്തിപരമായി തന്നെ പരിചരണം നൽകി. അവസാനത്തെ തന്റെ പ്രസംഗം പനിയുള്ളപ്പോഴാണ് അദ്ദേഹം നിർവഹിച്ചത്. പനി വർദ്ധിച്ചു. അന്ന് തന്നെ അദ്ദേഹം തിരുപ്പാതയും സ്വീകരിച്ചു. പാതിരാത്രി ചൊല്ലാറുള്ള ജപം നേരത്തെ ആരംഭിച്ച് 2 വാക്ക് ചൊല്ലി. പിന്നെ ഒന്നും ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. അനന്തരം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രോമച്ചട്ടയോടുകൂടെ അദ്ദേഹത്തെ ചാരത്തിൽ കിടത്തി. താമസിയാതെ അദ്ദേഹം ദിവംഗതനായി. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ 18 അത്ഭുതങ്ങളും 1209 ഈ തീയതിയിൽ അദ്ദേഹത്തിന്റെ മരണശേഷം 18 അത്ഭുതങ്ങളും സാക്ഷികളോടെ തന്നെ സത്യമാണെന്ന് തെളിവാക്കപ്പെട്ടു. അദ്ദേഹത്തെ പാരീസ് സർവകലാശാലയുടെ രക്ഷാധികാരിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ ബസിലിക്കയിലെ റെലിക്വറി ചാപ്പലിൽ വിശ്രമിക്കുന്നു. ബൂർജസിലെ വിശുദ്ധ വില്യം മാർപ്പാപ്പയുടെ കൽപ്പന ലഭിക്കുന്നതുവരെ മെത്രാനാകാൻ വിസമ്മതിച്ച് സന്യാസിയായിരുന്ന് തന്റെ ജീവിതത്തെ അദ്ദേഹം ധന്യമാക്കി. പ്രാർത്ഥനയാണ് വിശുദ്ധരെ സുഹൃതരാക്കിയത്. അതുതന്നെയാണ് ആധ്യാത്മിക വിജ്ഞാനം നമ്മിൽ ചൊരിയുന്നതും നമ്മുടെ സ്നേഹങ്ങളെ പവിത്രീകരിക്കുന്നതും. വിശുദ്ധ വില്യം ബെറൂയറെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുവാനും ക്രിസ്തുവിനെ അനുകരിക്കുവാനും ക്രിസ്തീയ സാക്ഷികളായി മാറുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.